സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒക്ടോബർ മാസം 29-ാം തീയതിയിലെയും 30-ാം തീയതിയിലെയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോക പക്ഷാഘാത ദിനം എന്നാണ് ലോക പക്ഷാഘാത ദിനം എന്നാണ്? ഒക്ടോബർ 29. അപ്പോൾ ലോക പക്ഷാഘാത ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? ഒക്ടോബർ 29-നാണ്. ലോക പക്ഷാഘാത ദിനം എന്നാണ്? ഒക്ടോബർ 29-നാണ്. കുറഞ്ഞ ചെലവിൽ അതിവേഗ യാത്ര സാധ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ വകുപ്പ് ആരംഭിച്ച സംരംഭം. കുറഞ്ഞ ചെലവിൽ അതിവേഗ യാത്ര സാധ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ വകുപ്പ് ആരംഭിച്ച സംരംഭം എന്താണ്? വന്ദേ സാധാരൺ എക്സ്പ്രസ്. വന്ദേ സാധാരൺ എക്സ്പ്രസ്. അപ്പോൾ എന്താണ് വന്ദേ സാധാരൺ എക്സ്പ്രസ്? കുറഞ്ഞ ചെലവിൽ അതിവേഗ യാത്ര സാധ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് എന്ത്? വന്ദേ സാധാരൺ എക്സ്പ്രസ്. വന്ദേ സാധാരൺ എക്സ്പ്രസ്. അപ്പോൾ കുറഞ്ഞ ചെലവിൽ അതിവേഗ യാത്ര സാധ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ വകുപ്പ് ആരംഭിച്ച സംരംഭമാണ് ഏത്? വന്ദേ സാധാരൺ എക്സ്പ്രസ്. അടുത്ത ചോദ്യം: 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിനുള്ള സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? ചോദ്യം ഒന്നുകൂടി നോക്കാം. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിനുള്ള സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് അഷുഗഞ്ച്, ബംഗ്ലാദേശ്. എവിടെയാണ്? അഷുഗഞ്ച്, ബംഗ്ലാദേശ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിനുള്ള സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? അഷുഗഞ്ച്, ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം: 4ാമത് ഏഷ്യൻ പാരാ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാമത് ഏഷ്യൻ പാരാ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 5ാമതാണ്. ഓക്കെ, അപ്പോൾ 5ാം സ്ഥാനമാണ് ഏഷ്യൻ പാരാ ഗെയിംസിൽ ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്ക് 111 മെഡൽ ലഭിച്ചിട്ടുണ്ട്. 29 സ്വർണം, 31 വെള്ളി, 51 വെങ്കലം. 29 സ്വർണം, 31 വെള്ളി, 51 വെങ്കലം. അങ്ങനെ 111 മെഡൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. 1ാം സ്ഥാനം നേടിയിട്ടുള്ള രാജ്യം ചൈനയാണ്. 2ാം സ്ഥാനം ആർക്കാണ്? ഇറാനാണ്. ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു എത്രയാണ്? 5ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 4ാമത് ഏഷ്യൻ പാരാ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ആണ്. ഇന്ത്യക്ക് 111 മെഡലുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ 29 ഗോൾഡ്, 31 സിൽവർ, 51 വെങ്കലം. അങ്ങനെ 111 മെഡൽ ഇന്ത്യക്ക് ലഭിച്ചു. 1ാം സ്ഥാനം നേടിയ രാജ്യം ആരാണ്? ചൈനയാണ്. 2ാം സ്ഥാനം ഇറാനാണ്. അടുത്ത ചോദ്യം: ബഹിരാകാശത്ത് എലിഭ്രൂണം വളർത്തി ചരിത്രം സൃഷ്ടിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ബഹിരാകാശത്ത് എലിഭ്രൂണം വളർത്തി ചരിത്രം സൃഷ്ടിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ഏത് രാജ്യത്തെയാണ്? ജപ്പാൻ. അപ്പോൾ ബഹിരാകാശത്ത് എലിഭ്രൂണം വളർത്തി ചരിത്രം സൃഷ്ടിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജപ്പാനാണ്. ഏതാണ്? ജപ്പാനാണ്. അടുത്ത ചോദ്യം: ജാമിയ മിലിയ ഇസ്ലാമിയയുടെ പരമോന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ പുരസ്കാരം ലഭിച്ചത്? ജാമിയ മിലിയ ഇസ്ലാമിയയുടെ പരമോന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷർമിള ടാഗോർ. ബോളിവുഡ് നടിയായിട്ടുള്ള ഷർമിള ടാഗോർ. അപ്പോൾ ജാമിയ മിലിയ ഇസ്ലാമിയയുടെ പരമോന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷർമിള ടാഗോർ ആണ്. ബോളിവുഡ് നടിയാണ് ആര്? ഷർമിള ടാഗോർ. അപ്പോൾ ഷർമിള ടാഗോറിന് ജാമിയ മിലിയ ഇസ്ലാമിയയുടെ പരമോന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം: 2023 ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ഡെസ് ആർട്സ് എറ്റ് ഡെസ് ലെറ്ററസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമാ താരം ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാവേ. 2023 ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ഡെസ് ആർട്സ് എറ്റ് ഡെസ് ലെറ്ററസ് പുരസ്കാരം ലഭിച്ച
ഇന്ത്യൻ സിനിമാ താരം ആരാണ്? അത് റിച്ച ചദ്ദയാണ്. ആരാണ്? റിച്ച ചദ്ദ. അപ്പോൾ 2023 ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ ഡെസ് ആർട്സ് എറ്റ് ഡെസ് ലെറ്റേഴ്സ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമാ താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് റിച്ച ചദ്ദയാണ്. ആരാണ്? റിച്ച ചദ്ദ. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി ചുമതലയേറ്റ ചലച്ചിത്ര നടൻ ആരാണ്? ഓക്കെ, 2023 ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി ചുമതലയേറ്റ ചലച്ചിത്ര നടൻ ആരാണ്? അത് രാജ്കുമാർ റാവു ആണ്. ആരാണ്? രാജ്കുമാർ റാവു. അപ്പോൾ 2023 ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി ചുമതലയേറ്റ ചലച്ചിത്ര നടൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്കുമാർ റാവു ആണ്. അപ്പോൾ 2023 ഓഗസ്റ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ ചുമതലയേൽക്കുകയുണ്ടായി. അതിപ്പോൾ ആരാക്കി? അതിപ്പോൾ രാജ്കുമാർ റാവു ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2023 ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി ചുമതലയേറ്റ ചലച്ചിത്ര നടൻ രാജ്കുമാർ റാവു ആണ്. 2023 ഓഗസ്റ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ ചുമതലയേറ്റിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതാരാണ്? രാജ്കുമാർ റാവു ആണ്. അടുത്ത ചോദ്യം നോക്കാം. ആരുടെ പുസ്തകമാണ് വുമൺ ഇൻ ദ വൈൽഡ്? ആരുടെ പുസ്തകമാണ് വുമൺ ഇൻ ദ വൈൽഡ്? ആരുടെയാണ്? അത് അനിതാമണി. ആരുടെയാണ്? അനിതാമണി. അപ്പോൾ ആരുടെ പുസ്തകമാണ് വിമൻ ഇൻ ദ വൈൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? അനിതാമണി. ആരുടെ പുസ്തകമാണ്? അനിതാമണി. എഴുത്തുകാരൻ സേതുമാധവന്റെ ആത്മകഥയുടെ പേര്. എഴുത്തുകാരൻ സേതുമാധവന്റെ ആത്മകഥയുടെ പേര് എന്താണ്? അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. എന്താണ്? അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. അപ്പോൾ ആരുടെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ? സേതു അല്ലെങ്കിൽ സേതുമാധവന്റെയാണ്. അപ്പോൾ എഴുത്തുകാരൻ സേതുമാധവന്റെ ആത്മകഥ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. അടുത്ത ചോദ്യം, 1984 ഭോപ്പാൽ വാതക ചോർച്ചാ ദുരന്തത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന വെബ് സീരീസിന്റെ പേര്. 1984 ഭോപ്പാൽ വാതക ചോർച്ചാ ദുരന്തത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന വെബ് സീരീസിന്റെ പേര് എന്താണ്? ദ റെയിൽവേ മാൻ. എന്താണ്? ദ റെയിൽവേ മാൻ. അപ്പോൾ 1984 ഭോപ്പാൽ വാതക ചോർച്ചാ ദുരന്തത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന വെബ് സീരീസിന്റെ പേരാണ് എന്ത്? ദ റെയിൽവേ മാൻ. എന്താണ്? ദ റെയിൽവേ മാൻ. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാവേ. നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ചോദ്യം എന്തായിരുന്നു? ഒരു ദിനമാണല്ലേ, ലോക പക്ഷാഘാത ദിനം. എന്നാണ് ലോക പക്ഷാഘാത ദിനം? ഒക്ടോബർ 29 പറഞ്ഞു. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഒരു പദ്ധതിയാണ്. കുറഞ്ഞ ചെലവിൽ അതിവേഗ യാത്ര സാധ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് എന്ത്? വന്ദേ സാധാരൺ എക്സ്പ്രസ്. അപ്പോൾ കുറഞ്ഞ ചെലവിൽ അതിവേഗ യാത്ര സാധ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് എന്ത്? വന്ദേ സാധാരൺ എക്സ്പ്രസ്. അടുത്ത ചോദ്യം, 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിനുള്ള സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിനുള്ള സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് അഷുഗഞ്ച്, ബംഗ്ലാദേശ്. എവിടെയാണ്? അഷുഗഞ്ച്, ബംഗ്ലാദേശ്. അപ്പോൾ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചിട്ടുള്ള ഇന്ത്യൻ സൈനികരെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മാരകം നിലവിൽ വരുന്നുണ്ട്. അത് എവിടെയാണ്? അത് ബംഗ്ലാദേശിലെ അഷുഗഞ്ചിലാണ്. അടുത്ത് നമ്മൾ പറഞ്ഞത് 4ാമത് ഏഷ്യൻ പാരാ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം 5ാമതാണ്. ഇന്ത്യക്ക് ആകെ എത്ര? 111 മെഡൽ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എത്ര സ്വർണം? 29 സ്വർണം, 31 വെള്ളി, 51 വെങ്കലം. അങ്ങനെ ഇന്ത്യക്ക് 111 മെഡൽ ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 1ാം സ്ഥാനം നേടിയ രാജ്യം പറഞ്ഞു ആരാണ്? ചൈനയാണ്. 2ാം സ്ഥാനം ആർക്കാണ്? ഇറാനാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാമതാണ്. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് എലിഭ്രൂണം വളർത്തി ചരിത്രം സൃഷ്ടിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ബഹിരാകാശത്ത് എലിയുടെ ഭ്രൂണം വളർത്തി ചരിത്രം സൃഷ്ടിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തെയാണ്? ജപ്പാൻ. ഏത് രാജ്യത്തെയാണ്? ജപ്പാൻ. അപ്പോൾ ബഹിരാകാശത്ത് എലിഭ്രൂണം വളർത്തി ചരിത്രം സൃഷ്ടിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടത്തെയാണ്? ജപ്പാനിലെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജാമിയ മിലിയ ഇസ്ലാമിയയുടെ
പരമോന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ പുരസ്കാരം ലഭിച്ചത്? ജാമിയ മിലിയ ഇസ്ലാമിയയുടെ പരമോന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ബോളിവുഡ് നടിയായിട്ടുള്ള ഷർമിള ടാഗോർ. ആർക്കാണ്? ഷർമിള ടാഗോർ. അടുത്തതും ഒരു പുരസ്കാരമാണ്. എന്താണ്? 2023 ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ഡെസ് ആർട്ട് എറ്റ് ഡെസ് ലെട്രസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമാ താരം. ചോദ്യം ഒന്നുകൂടി. 2023 ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ഡെസ് ആർട്ട് എറ്റ് ഡെസ് ലെട്രസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സിനിമാ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റിച്ച ചദ്ദ. ആരാണ്? റിച്ച ചദ്ദ. അടുത്ത ചോദ്യം. 2023 ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി ചുമതലയേറ്റ ചലച്ചിത്ര നടൻ ആരാണ്? 2023 ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി ചുമതലയേറ്റ ചലച്ചിത്ര നടൻ ആരാണ്? ആരാണ്? രാജ്കുമാർ റാവു. ആരാണ്? രാജ്കുമാർ റാവു. അപ്പോൾ 2023 ഓഗസ്റ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ ചുമതലയേറ്റിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 2023 ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി ചുമതലയേറ്റ് ബോളിവുഡ് നടൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് രാജ്കുമാർ റാവു ആണ്. ആരാണ്? രാജ്കുമാർ റാവു. അടുത്ത ചോദ്യം. ആരുടെ പുസ്തകമാണ് വിമൻ ഇൻ ദ വൈൽഡ്? ആരുടെ പുസ്തകമാണ് വിമൻ ഇൻ ദ വൈൽഡ്? ആരുടെയാണ്? അത് അനിതാ മണി. ആരുടെ പുസ്തകമാണ്? അനിതാ മണി. അപ്പോൾ ആരുടെ പുസ്തകമാണ് വിമൻ ഇൻ ദ വൈൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? അത് അനിതാ മണിയുടെ പുസ്തകമാണ്. എഴുത്തുകാരൻ സേതുമാധവന്റെ ആത്മകഥയുടെ പേര്? എഴുത്തുകാരൻ സേതുമാധവന്റെ ആത്മകഥയുടെ പേര് എന്താണ്? അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. അപ്പോൾ ആരുടെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? അത് സേതുമാധവന്റെ ആത്മകഥയാണ്. എഴുത്തുകാരൻ സേതുമാധവന്റെ ആത്മകഥയുടെ പേരാണ് എന്ത്? അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. അടുത്ത ചോദ്യം. 1984 ഭോപ്പാൽ വാതക ചോർച്ചാ ദുരന്തത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന വെബ് സീരീസിന്റെ പേര്? 1984 ഭോപ്പാൽ വാതക ചോർച്ചാ ദുരന്തത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന വെബ് സീരീസിന്റെ പേര് എന്താണ്? ദ റെയിൽവേ മാൻ. എന്താണ്? ദ റെയിൽവേ മാൻ. അപ്പോൾ 1984 ഭോപ്പാൽ വാതക ചോർച്ചാ ദുരന്തത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന വെബ് സീരീസിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദ റെയിൽവേ മാൻ. നമ്മൾ ഇന്ന് 2 ദിവസത്തെ കറണ്ട് അഫേഴ്സ് ആണ് പഠിച്ചത്. ഒക്ടോബർ 29 30 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.